നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഐക്കോണിക് നടിമാരിൽ ഒരാളാണ് കൽപ്പന. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് കൽപ്പന. ക്യാരക്ടർ റോളുകളിലൂടെയെല്ലാം അമ്പരപ്പിക്കാൻ കൽപ്പനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കരിയറിലെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്രതീക്ഷിതമായി മരണം അവരെ തേടിയെത്തുന്നത്. ഇപ്പോഴിതാ കൽപ്പനയെക്കുറിച്ചുള്ള നടൻ നന്ദുവിന്റെ വാക്കുകളാണ് ശ്രദ്ധയാകുന്നത്. കൽപ്പനയ്ക്ക് ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നന്ദു പറയുന്നത്. കൽപ്പനയ്ക്ക് ഭാഗ്യ നമ്പർ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ അതേ നമ്പർ മുറിയിൽ കിടന്നാണ് അവർ മരിക്കുന്നതും. നന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 106 എന്ന റൂം വേണം, ടോട്ടൽ 7 വരണം, നടുവിൽ 0യും വേണം. 2 പ്രാവശ്യം ഷോയ്ക്ക് പോയപ്പോഴും ഞാനായിരുന്നു കോർഡിനേറ്റർ. ഞാൻ ആദ്യം റിസപ്ഷനിൽ ചെന്ന് താക്കോലൊക്കെ വാങ്ങും. ആദ്യം തന്നെ റൂം നൽകുക കൽപ്പനയ്ക്കാണ്. നമ്പർ നോക്കിയിട്ടാകും കൊടുക്കുക. നന്ദുവിനെ ഏൽപ്പിച്ചത് നന്നായെന്ന് പറയും. അതിനുശേഷമാണ് ജഗതി ചേട്ടനും നെടുമുടി വേണുചേട്ടനും ഒക്കെ കൊടുക്കുക. അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറഞ്ഞാണ് 106 നമ്പർ മുറി അവർ തിരഞ്ഞെടുക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, 106 നമ്പർ മുറിയിൽ കിടന്നാണ് അവർ മരിക്കുന്നതും. തെന്നിന്ത്യയാകെ നിറഞ്ഞു നിന്ന നടിയാണ് കൽപ്പന. ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി ഹൈദരാബാദിൽ എത്തിയതായിരുന്നു താരം. ഹോട്ടൽ മുറിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു താരം മരണപ്പെടുന്നത്. കൽപ്പനയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരിക്കലും നികത്താനാവാത്ത വിടവാണ് ബാക്കിയാക്കിയത്. ദേശീയ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള പ്രതിഭയായിരുന്നു കൽപ്പന. കൽപ്പന ഇന്നും മലയാളികളുടെ മനസ്സിൽ മറക്കാത്ത ഓർമ്മ തന്നെയാണ്.